എൻ്റെ പിന്നിൽ കാണുന്ന ഈ വാഹനം കാണുമ്പോൾ എല്ലാവരും പറയും പൂർണ്ണമായും നിയമനം ലംഘിച്ചുകൊണ്ട് നിർമ്മിച്ചതാണ്, അല്ലെങ്കിൽ നിയമലംഘനം നടത്തിയുള്ള വാഹനങ്ങളാണെന്നെല്ലാം പറയും. പക്ഷേ ഈ വണ്ടി എല്ലാ നിയമങ്ങളും പാലിച്ചുകൊണ്ട് ഉള്ള ഒരു ക്ലബിലെ വാഹനമാണ്. ഇത്തരം വാഹനങ്ങളാണ് മേപ്പാടിയിലെ രക്ഷാപ്രവർത്തനത്തിനായി പോലീസിനെയും നാട്ടുകാരെയും സന്നദ്ധ സംഘടനകൾ എല്ലാവരും തന്നെ സഹായിക്കാനായി ഇപ്പോൾ എത്തിയിരിക്കുന്നത്. ഈ വാഹനം ഓഫ് റോഡ് വെഹിക്കിൾസ് ആണ്. ഇതിലെ ടയറെല്ലാം തന്നെ കാണാം. വലിയ ഏത് ചളിയും ഏത് മലയും കയറാൻ പറ്റുന്ന തരത്തിലുള്ള ടയറുകളുള്ള വാഹനമാണ് ഇത്. മറ്റു വാഹനങ്ങളെ കെട്ടിവലിക്കാനും, അതായത് നിന്നു പോകുന്ന വാഹനങ്ങളെ കെട്ടിവലിക്കാനും ഏത് ഉയരത്തിൽ കയറാനും സാധിക്കുന്ന ഈ വാഹനങ്ങളാണ്. എങ്ങനെയാണ് ഇതിൻ്റെ പ്രവർത്തനങ്ങളെന്ന് ഈ KL10 ക്ലബ്ബ്, വയനാട്ടിലെ മലപ്പുറത്തെ KL10 ക്ലബ്ബിലെ അംഗങ്ങളാണ്. നിങ്ങൾ ഈ ക്ലബ്ബിൽ എത്ര അംഗങ്ങളുണ്ട്? ഞങ്ങൾ ഏകദേശം 161 വണ്ടികൾ തന്നെ ഉണ്ട്. ഞങ്ങൾ ഇപ്പം എങ്ങനെ സംഭവിച്ചാൽ, ഞങ്ങൾ ഫസ്റ്റത്തെ ദിവസം ഞങ്ങൾ അവിടെ ഉരുൾപൊട്ടൽ ഭീഷണി ഉണ്ട് പറഞ്ഞിട്ട് കരുവാരക്കുണ്ട് പോയിട്ട് ഞങ്ങൾ അവിടെ ഏകദേശം ഒരു മല മൊത്തം ആൾക്കാരെ ഞങ്ങൾ ക്യാമ്പക്ക് മാറ്റി. അതിനുശേഷം ഞങ്ങൾ നേരെ ഇങ്ങോട്ട് പോരുക ചെയ്ത്. ഇങ്ങോട്ട് ഇപ്പോൾ ഞങ്ങൾ ഇന്നലെ 9 വണ്ടി ഇവിടെ ഉണ്ടായിരുന്നു. ഇന്ന് അവിടെ ഒരു സ്ഥലത്ത് ചെറിയ വിഷയം ഉണ്ട് പറഞ്ഞിട്ട് കുറച്ച് വണ്ടികൾ അങ്ങോട്ട് പോയി. ഇവന് ഇവിടെ 3 വണ്ടികളാണ് അവിടെ ഉള്ളത് നിലവിൽ. അപ്പോൾ ഇതിൽ എങ്ങനെ വെച്ചാൽ ഞങ്ങൾ മറ്റുള്ള വണ്ടികൾ ഡോക്ടറൈസിന് ഇന്ത്യയിട്ട് വന്നിട്ട് ഇവിടെ ഉണ്ടായിരുന്നു. ഓരോ അതേമാതിരി ഡോക്ടർമാർ തിരിച്ചുപോയി. മറ്റേ മിംസിൻ്റെ ഹോസ്പിറ്റലിൽ ഡോക്ടർമാരുണ്ടായിരുന്നു. ഇപ്പം അങ്ങനെ ഞങ്ങൾ ഇന്നലെ മിഞ്ഞാന്നൊക്കെ ആയിട്ട് ഇവിടെ ഉണ്ട്. അവിടെ മോൾക്ക് വേണ്ട സാധനങ്ങൾ എത്ര വണ്ടി? ഞങ്ങൾ 161 വണ്ടി. 160 ഇവിടെ വന്നിട്ടുണ്ടോ? അല്ല, ഇവിടെ നിലവിൽ ഇപ്പോൾ 10 വണ്ടി ഉണ്ട്. 10 വണ്ടി. ഈ വണ്ടികളൊക്കെ നിയമം പാലിച്ചുകൊണ്ട് പാലിച്ചിട്ട് ഞങ്ങൾ ഓടിക്കോളൂ. കാരണം ഞങ്ങൾ ഇങ്ങനത്തെ വണ്ടികൾ ഞങ്ങൾ ട്രക്കിൽ കയറ്റിയിട്ടാണ് ഞങ്ങൾ ഓഫ് റോഡ് ഇവന്റിനൊക്കെ കൊണ്ടുവന്ന വണ്ടികളാണ്. അപ്പം നിലവിൽ ഇപ്പോൾ വണ്ടികൾ ഇപ്പോൾ ഈ ഒരു സാഹചര്യം വന്നതുകൊണ്ട് മേപ്പാടി CIന്റെ സ്പെഷ്യൽ നമ്മൾ വിളിച്ചതിന്റെ അടിസ്ഥാനത്തിൽ വന്നതാണ് ഇങ്ങോട്ട്. ഇതിന്റെ വാഹനങ്ങൾ നിന്ന് പോയാലൊക്കെ നിങ്ങൾ ഇന്ന് ഞങ്ങൾ 2 വണ്ടി ഇപ്പം ഇന്ന് റിക്കവർ ചെയ്ത് കൊടുത്തു. പിന്നെ ഇന്നലെ ഫയർഫോഴ്സിന്റെ വണ്ടി അവിടെ നിന്നിട്ട് അത് ഞങ്ങൾ ഇന്നലെ റിക്കവർ ചെയ്ത് കൊടുത്തു. ഞങ്ങൾ റോപ്പും കാര്യങ്ങളൊക്കെ ആയിട്ട് പോയിട്ട് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. പിന്നെ ഇന്നിപ്പോൾ ഞങ്ങൾ ആവശ്യം കഴിഞ്ഞു എന്ന് പറയുന്നത് വരെ ഞങ്ങൾ ഇവിടെ ഉണ്ടാവും. ഈ രക്ഷാപ്രവർത്തനത്തിനൊപ്പം ഉണ്ടാവും. ഇതാണ് മലയാളികൾ. ഈ രക്ഷാപ്രവർത്തനം ഇനി ഞങ്ങളുടെ ആവശ്യം വേണ്ട എന്ന് പറയുന്നത് വരെ ഇവരെല്ലാവരും തന്നെ ഈ രക്ഷാപ്രവർത്തനത്തിനൊപ്പം ഉണ്ടാകും. മലയാളികൾ എല്ലാവരും തന്നെ കൈകോർത്തുകൊണ്ട് വയനാടിനെ പുനരധിവസിപ്പിക്കുമെന്ന് തന്നെ വേണമെങ്കിൽ നമ്മൾക്ക് പറയാം. വീഡിയോ ജേർണലിസ്റ്റ് ലിമേഷിനൊപ്പം റിപ്പോർട്ടർ ദിലീപ് ദേവസ്യ, ഇൻ റിപ്പോർട്ടർ ടീം വയനാട്.